പുതിയ സീസണ് മുന്നോടിയായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു മാനേജ്മെന്റ് മാറ്റം അതുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ വർഷവും വരുന്നതായതുകൊണ്ട് വലിയ രീതിയിൽ നമ്മളത് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പോൾ KL9 റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നേഗി പുള്ളി പറയുകയാണ് നമ്മൾ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അത് മാത്രമല്ല നമ്മുടെ കോച്ചിൻ്റെ കാര്യത്തിൽ കോച്ച് ഒരു പക്ഷേ നമുക്കൊപ്പം അടുത്ത സീസണിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോച്ചിൻ്റെ ഇങ്ങോട്ടുള്ള വരവും പുള്ളി അത് ദേശീയ ടീമിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡീഷൻ പോലെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ISL മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക, ദേശീയ ടീമിൻ്റെ പരിശീലകനാകാനായിട്ടുള്ള തൻ്റെ സാധ്യതകൾ ഉയർത്തുക എന്നുള്ള രീതിയിൽ പുള്ളി ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നാം പുള്ളിയുടെ പ്രവൃത്തികളൊക്കെ കാണുമ്പം. പിന്നെ ദേശീയ ടീമിലെ പരിശീലകനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ ഈ അടുത്ത വർഷങ്ങളിലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. ISL നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പരിശീലകന്മാരെ ദേശീയ ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ദേശീയ ടീമിൽ നിന്നും അവസരം വന്നു കഴിഞ്ഞാൽ പുള്ളി നമ്മളെ ഒഴിവാക്കി അങ്ങോട്ട് പോകാനായിട്ടുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ISLന്റെ കാര്യത്തിൽ കൺഫർമേഷൻ, അതായത് ISL എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ക്ലബിൻ്റെ സൈഡിൽ നിന്നും ISLന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാകുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശീലകൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട്. നിലവിലെ മാനേജ്മെൻറ്റ് അവരുടെ 100% ഷെയർസും വിൽക്കാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്.